UDF സർക്കാർ അധികാരമേൽക്കും മുമ്പ് ഗൺമാൻ പട്ടികയെ ചൊല്ലി വിവാദമുയർന്നു. കോൺഗ്രസ് അസോസിയേഷൻ തയ്യാറാക്കി നൽകിയ പട്ടികയിൽ സോളാർ വിവാദത്തിലെ സുരക്ഷാ വീഴ്ചയിൽ ആരോപണ വിധേയായ പോലീസ് ഉദ്യോഗസ്ഥയും ഉൾപ്പെട്ടു എന്നത് വിചിത്രമായിരിക്കുന്നു. RSS ബന്ധമുള്ളവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നും ആക്ഷേപം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും വിവാദമായത് ഈ ഗൺമാൻമാരുടെ ഇടപെടലായിരുന്നു. മാത്രമല്ല അന്നത് വലിയ വാർത്തയാവുകയും പിന്നീട് അത് വലിയ തരത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ പുതിയ സർക്കാർ അധികാരമേൽക്കും മുൻപ് സെക്യൂരിറ്റി വിഭാഗം, പോലീസിന്റെ സെക്യൂരിറ്റി വിഭാഗം ഒരു പട്ടിക തയ്യാറാക്കിയത്. അതായത് കോൺഗ്രസ് അനുകൂല പോലീസ് അസോസിയേഷൻ സംഘടനയുടെ തയ്യാറാക്കി നൽകിയ പട്ടിക അത് സെക്യൂരിറ്റി വിഭാഗം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 80 പേരുടെ പട്ടിക, 80 ഗൺമാൻമാർ അവർ ഇപ്പോൾ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 3:30 മുൻപ് തിരുവനന്തപുരത്തേക്ക് എത്തി ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് SP അടക്കമുള്ള ഉദ്യോഗസ്ഥരെ കാണണം, റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു ആ ഉത്തരവ്. അവിടെയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഈ സോളാർ വിവാദ സമയത്ത് അന്ന് ഈ വലിയ സുരക്ഷാ വീഴ്ച അടക്കമുള്ള ആളുകൾ ഗൺമാൻമാർക്കെതിരെ ഉയർന്നിരുന്നു. അതിലടക്കം ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരെ അടക്കം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ RSS ബന്ധമുള്ളവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന ആക്ഷേപമുണ്ട്. പെരുമാറ്റ പ്രശ്നത്തിൽ അന്വേഷണം നേരിട്ട് ഉദ്യോഗസ്ഥരും പട്ടികയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്ന ആരോപണം. ഏതായാലും ഈ പട്ടികയിൽ മാറ്റമുണ്ടാകുമോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വരുത്തുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അവസാനമായി പട്ടികയ്ക്ക് അനുമതി നൽകേണ്ടത് നിയുക്ത മുഖ്യമന്ത്രി VD സതീശനാണ്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഇക്കാര്യങ്ങൾ കൊണ്ടുവരുമെന്നും കോൺഗ്രസിലെ ചില നേതാക്കൾ പറയുന്നുണ്ട്.